ഹലോ ഗായ്സ്, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മുടെ ലൈഫിലോട്ട് കടന്നു വരുള്ളൂ. ഈ വർക്കും ഞാൻ അങ്ങനെ കേട്ടോ, ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഈ വർക്കും കടന്നു വന്നു. ഈ പ്ലാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടായത് തന്നെ കേട്ടോ. അതെന്താണെന്നല്ലേ, തിരുപ്പതിയിൽ വരാനും തിരുപ്പതിയപ്പനെ കാണാനും ഒരു ഭാഗ്യം തന്നെ വേണം കേട്ടോ. ജസ്റ്റ് ആ ഒരു അമ്പലത്തിൽ ഷൂട്ട് ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾക്ക് തൊഴാൻ പറ്റിയൊരു അവസരം ഉണ്ടോ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായുള്ളൂ. അത് ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്തിട്ടോ. ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് നേരെ ഇന്ന് നൈറ്റ് തന്നെ മല കയറാനുള്ള പ്ലാനൊക്കെ ആയിരുന്നു. പക്ഷേ ആ ടൈം ഇത്തിരി ലേറ്റ് ആയിരുന്നു. നാളെ മോർണിംഗ് ആക്കി, പിറ്റേ ദിവസം മോർണിംഗ് കയറാമെന്ന് വെച്ച് അമ്പലത്തിൻ്റെ ഒരു പറ്റയിൽ കൂടിയൊക്കെ ഞങ്ങൾ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ഒന്ന് തിരക്കാനൊക്കെ ഇടന്ന് ഇറങ്ങി. ആദ്യമായിട്ടാണ് ഞങ്ങൾ 5 പേരും ഇവിടെ തന്നെ വരുന്നത് തന്നെ തിരുപ്പതിയിൽ. എങ്ങനെ കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല. അപ്പോൾ ചോദിച്ചെല്ലാം മനസ്സിലാക്കി നാളെ രാവിലെ 7 മണി നമുക്ക് ഗേറ്റ് ഓപ്പൺ ചെയ്യും. രാവിലെ തന്നെ മല കയറാമെന്ന് വെച്ച് ഞങ്ങൾ റൂമിൽ ബാഗ് വെച്ച് ഡ്രസ്സൊക്കെ മാറി പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ. ഒന്നും കഴിച്ചിട്ടുണ്ടല്ല. മലയിൽ നിന്ന് ഇറങ്ങിയിട്ട് ടിക്കറ്റ് എടുക്കണം, എങ്ങനെ കയറണം എന്നുള്ളൊരു ചിന്താഗതി മാത്രമേ ഉണ്ടായുള്ളൂ. പിന്നീട് അങ്ങനെ നേരെ നൈറ്റ് ഒന്ന് ഇറങ്ങുന്ന സമയത്ത് കണ്ണ് നനയിപ്പിക്കേണ്ട കാഴ്ചയുണ്ട്. ഈ മഴയത്തും തണുപ്പത്തും പുതച്ചു കുണിക്കുന്ന കുറേ പിള്ളേരും ഫാമിലീസും ചേച്ചിമാരും എല്ലാവരെയും കണ്ടത്. അതിൻ്റെ ഇപ്പോഴത്തെ തന്നെ സന്തോഷം ഒരു കാഴ്ച അങ്ങനെ കേട്ടോ. കുറച്ച് പിള്ളേർ ഫുഡ് കൊണ്ടുവന്ന് കൊടുക്കുന്നത് സ്ഥിരം കൊടുക്കുന്ന കുറച്ച് പിള്ളേരാണ് കേട്ടോ ഇവിടെ. അതെനിക്ക് മനസ്സിലായി. അവരുടെ സ്വീകരിച്ച് കഴിക്കണതും കാര്യങ്ങളും കണ്ടപ്പോൾ തന്നെ സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര സ്നേഹത്തോടെ അവർ കഴിക്കണം കണ്ട കേട്ടോ. അമ്പലത്തിലെ ബാക്കി വിശേഷങ്ങൾ ഡീറ്റെയിൽ വീഡിയോ വരുന്നുണ്ട്, കാത്തിരുന്നോ. ബൈ.